വെള്ളം ഒഴിഞ്ഞുവെങ്കിലും പത്തനംതിട്ട റാന്നിയിൽ ദുരിതം തുടരുന്നു. കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. ഓണത്തിനായി ഒരുക്കിയിരുന്ന സ്റ്റോക്ക് മുഴുവൻ നശിച്ചു. വെള്ളം ഇറങ്ങിയതോടെ ടൗണിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിനിടെ ശുചീകരണത്തിന് മതിയായ സംവിധാനങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ പ്രതിഷേധിച്ചു. മാലിന്യം സ്വന്തം നിലയിൽ മാറ്റണമെന്ന നിർദ്ദേശമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വീടുകളിൽ കയറിയ വെള്ളവും ഇറങ്ങിയെങ്കിലും വലിയ നഷ്ടമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വെള്ളം കയറില്ലായിരുന്നു. ആദ്യം കാലൊന്നും ഇങ്ങനെയൊന്നും വെള്ളം കയറത്തേയില്ലായിരുന്നു. ഒരു 2 മഴ പെയ്തെന്നും പറഞ്ഞുകൊണ്ടൊന്നും വെള്ളം കയറത്തേ ഇല്ല. ആറ്റില് മണല് വാരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് വെള്ളം തള്ളി തോട്ടിൽ നിന്ന് വെള്ളം കയറി പോകുന്നത്. പക്ഷെ ഇറങ്ങി പോകാൻ ഭയങ്കര പാടെന്ന് എനിക്ക് ഞങ്ങളൊരു 11 മണിയായി രാത്രി കിടന്നപ്പോൾ 11 മണിക്ക് കിടക്കുമ്പോഴും ഇവിടുത്തെ ഈ സ്റ്റെപ്പിൽ വെള്ളം കിടക്കുന്നതേ ഉള്ളൂ. വെള്ളം അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നില്ല. കാരണം ആറ് കൊള്ളുന്നില്ല. വെള്ളത്തെ ആറിന് കൊള്ളാൻ പറ്റുന്നില്ല. ഈ പ്രാവശ്യം മണിയാശാൻ തുറന്നില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പറഞ്ഞ് മണിയാശാൻ ഡാം തുറന്നു വിട്ടിട്ടാ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഡാം ആരും തുറന്നു വിട്ടിട്ടില്ലല്ലോ. ഇതെല്ലാം പ്രകൃതിക്ഷോഭത്തിൽ നമുക്കുണ്ടാകുന്നതാണ്. അന്നേരം ഈ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശനോടായാലും നമ്മുടെ പഴക്കുളം മധുവിനോടായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഈ ആറ്റിലെ മണൽ വാരുക, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. 2018 പ്രളയം നടക്കുമ്പോൾ റാന്നി പോലീസിന്റെ നേതൃത്വത്തിൽ നാട് മുഴുവൻ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഫയർഫോഴ്സ് അവരുടെ ട്രയൽ റണ്ണ് നടത്തി. ഇത്തവണ വെളുപ്പിനെ 3 മണിക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ 6 മണിക്ക് വെള്ളം ടൗണിൽ വരുമെന്നറിയാം. പക്ഷേ ഒരു മുന്നറിയിപ്പും അധികാരികളുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അതാണ് ഇത്രമാത്രം നഷ്ടം വ്യാപാരികൾക്ക് ഇത്തവണ ഉണ്ടായത്. ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ, വെള്ളം കയറിയ മുഴുവൻ വീടുകൾ റാന്നിയിലെ DYFIയുടെയും CPMന്റെയും നേതൃത്വത്തിൽ ഇന്ന് ക്ലീൻ ചെയ്യുകയാണ്.